ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വേദപുസ്തകത്തിൽ ഉറങ്ങിയവർ, അതാണ് നമ്മുടെ ധ്യാന വിഷയം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉറങ്ങിയ ചിലരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉറക്കം മനുഷ്യ ജീവിതത്തിന് ആവശ്യമാണ്, അതൊരു അനുഗ്രഹമാണ്. ഒരു വിശ്രമം, അത് പുതിയ ശക്തി പകർന്നു കിട്ടാൻ നല്ലതാണ്. പക്ഷേ അസ്ഥാനത്തുള്ളതായ ഉറക്കവും അസമയത്തുള്ളതായ ഉറക്കവും പലപ്പോഴും നാശത്തിലേക്ക് നയിക്കുന്നതാണ്. അത് സംഭവിച്ച പഴയ നിയമത്തിലെ ചില വ്യക്തികളുണ്ട്. ഒന്ന് ശിംശോൻ, ദലീലയുടെ മടുത്തിട്ട് കിടന്ന് ഉറങ്ങി, ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു. ഏലിയാവ് കർമ്മേൽ തീയിറക്കിയവനാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവശക്തിയിൽ പ്രവർത്തിച്ചവനാണ്. പക്ഷേ ഒരു സ്ത്രീ ഇസബേല് തട്ടിക്കളയും കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോൾ പാവം പേടിച്ചുപോയി. ചൂരച്ചെടിയുടെ ചോട്ടിൽ നിരാശയോടെ ഇനി മരിച്ചാൽ മതി എന്ന് തലകുമ്പിട്ട് വേദനയോടെ പറയുന്ന ഒരു വാക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഉറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങി. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉറങ്ങിയ ചില വ്യക്തികളെ കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത് യൂത്തിക്കോസ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം എടുത്ത് 20-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്ക് ഉണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിക്കലിരുന്ന് ഗാഢനിദ്ര പിടിച്ചു. പൗലോസ്ലീഹ വചനം ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാവിൽ. ഈ യൂത്തിക്കോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, യുവാവ്, അകത്ത് കയറി സത്യയോടെ ഇരുന്ന് കേൾക്കുന്നതിന് പകരം വാതിക്കലിരുന്ന്, 3-ാം നിലയിലാണ്, വാതിക്കലിരുന്ന് വചനം അശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. വായിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്നും താഴെ വീണു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സെയിന്റ് പോളും കൂട്ടരും ത്രോവാസിൽ 7 ദിവസം താമസിച്ച് വേല ചെയ്തു. 7-ാമത്തെ ദിവസം ഞാൻ പറയും ഒരു ഹോൾ നൈറ്റ് പ്രയറാണ്, മുഴുരാത്രി പ്രാർത്ഥനയാണ് എന്ന് വേണം വിചാരിക്കാൻ. പ്രസംഗം നീണ്ടുപോയി. യൂത്തിക്കോസ് കേൾക്കാൻ വന്നവനാണ്, ചെറുപ്പക്കാരനാണ്, ആരോഗ്യക്കുറവൊന്നുമില്ല. പക്ഷേ ഇരിക്കുന്നത് വാതുക്കലാണ്, ശ്രദ്ധയില്ലാതെയാണ്. താഴെ വീണു മരിച്ചു. പൗലോസ്ലീഹ ആ വ്യക്തിക്ക് ജീവൻ തിരിച്ചു കൊടുത്തു, അത്ഭുതം പ്രവർത്തിച്ചു. ദൈവമക്കളെ, പ്രായോഗികമായിട്ട് ചില കാര്യങ്ങൾ പറയട്ടെ. അശ്രദ്ധയോടെ വചനം കേൾക്കാനായിട്ട് നിങ്ങൾ വന്നിരിക്കരുത്. കഴിയുമെങ്കിൽ ഹോളിൻ്റെ അകത്ത് അടുത്ത് വന്ന് വചനം നൽകുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി കേട്ടുകൊണ്ട് ശ്രദ്ധയോടെ ചെവിയോർത്തിയിരിക്കണം. നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ശ്രദ്ധയും മുഴുവനായിട്ട് തുറന്നിരിക്കണം. വചനം ദൈവത്തിൻ്റെ ആത്മാവാണ്, വചനം ജീവനാണ്, വചനം കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാനിത് അനുഭവിച്ചോടാണ് പറയുന്നത്. വചനത്തിൻ്റെ ശക്തി. വചനം എനിക്ക് മാധുര്യമാണ്, അണ്ണാക്കിന് മധുരമാണ്. മതിമറന്ന് ഞാൻ അതിൻ്റെ മുമ്പിൽ ഇരിക്കാറുണ്ട്. ദൈവമക്കളെ, അതിൻ്റെ ശക്തിയാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ഈ വചനമാണ് വാസ്തവത്തിൽ എന്നെ ഞാനാക്കി തീർത്തത്. ഈ വചനം കേട്ടാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. വചനം ഒരിക്കലും അലസതയോടെ കേൾക്കരുത്. എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് ഓച്ച് നോക്കി സമയം ചെലവഴിക്കുന്ന ദൈവമക്കൾക്ക് അത് ശാപമായി തീരും. ഉടനെ എഴുന്നേറ്റ് പോകാനോ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടല്ലേ വാതുക്കലിരിക്കുന്നത്. ദൈവമക്കളെ, അപ്രകാരമുള്ള
അലസത മനോഭാവം വചന കേൾവിക്ക് വരുന്നത് ദോഷമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം. നിങ്ങൾ എന്ത് പറയുന്നു? വചനം കേൾക്കാൻ നിങ്ങൾ താല്പര്യത്തോടെ വരണം. വചനം നിങ്ങൾ വായിക്കണം, വചനം നിങ്ങൾ ധ്യാനിക്കണം, വചനം നിങ്ങൾ ഉരുവിടണം, വചനം നിങ്ങൾ ഘോഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. അത് വിത്താണ് ദൈവമക്കളെ. അത് കിടന്നാൽ അതെപ്പോഴെങ്കിലും തക്ക സമയത്ത് അത് മുളയ്ക്കും. പിറ്റേ ദിവസം തന്നെ ആയിരിക്കണമെന്നില്ല. നീക്കോദീമോസ് കർത്താവിൽ നിന്ന് വചനം കേട്ടു, ഉടനെ ഒന്നും പ്രവർത്തിച്ച് ഫലം കണ്ടില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം അവനെ പരസ്യ ശിഷ്യനാക്കി മാറ്റി. അതുപോലെ ഈ വചനം ഇന്ന് നിങ്ങളെ ജീവിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾക്ക് തീയായി ജ്വലിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളെ ഇന്ന് കത്തുപിടിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടും. ഈ വചനം നിങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയത്തെ തകർക്കട്ടെ. ഈ വചനത്തിൽ കൂടി ആത്മാവ് വ്യാപരിച്ച് നിങ്ങൾക്ക് ഉറ്റബോധവും പാവബോധവും അനുതാപവും തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കഴിയാവുന്നിടത്തോളം നിങ്ങൾ വചനം കേൾക്കാൻ ഓടി വരണം. അകത്ത് കയറിയിരിക്കണം. ദൈവത്തിന് ഹൃദയം തുറന്ന് നിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കണം. ഈ വചനം നിങ്ങളെ രൂപാന്തരത്തിലേക്ക് നയിക്കും. യൂത്തിക്കോസിൻ്റെ ആ അനുഭവം നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തിരുത്തലായിട്ട് നിങ്ങളത് സ്വീകരിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ദാഹത്തോടെ വചനം ശ്രദ്ധിക്കണം. നന്ദിയോടെ സ്തോത്രം. രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ച്, ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി പത്രോസിയ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൊരുക്കിയതായ രക്ഷയുടെ സന്ദേശം ഘോഷിക്കുന്നു. അത് അന്നത്തെ ഭരണാധികാരികൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അഗ്രിപ്പ രാജാവ് ഒന്നാമൻ എന്തു ചെയ്തു? പത്രോസിൻ്റെ മേൽ കലുതുള്ളിക്കൊണ്ട് അടുത്തു ചെന്നു. പത്രോസിനെ പിടിച്ചു, തടവിലാക്കി. പത്രോസിനറിയാൻ കൊല്ലം കൊണ്ടുപോവുകയാണ്. കാരണം അതിൻ്റെ തൊട്ട് തലേ ദിവസം യാക്കോബിനെ കൊന്നതായ ആ വേദന പത്രോസ്ലീഹ അയവിറക്കിക്കൊണ്ടാണ് ജയിലിലേക്ക് പോകുന്നത്. വായിച്ച് ഒന്നോടെ വായിച്ച്. ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ദൈവത്തിന് ദൈവമക്കളെ, ഉറക്കമാണല്ലോ നമ്മുടെ വിഷയം. 2 പടയാളികൾ. പത്രോസ്ലീഹായുടെ കൈ ഒരു പടയാളിയിലേക്കും മറ്റൊരു കൈ മറ്റൊരു ആളുടെ പടയാളിലേക്കും ബന്ധിച്ചിരിക്കുകയാണ്. ചങ്ങലയിലാണ്. ദൈവത്തിന് സ്തോത്രം. ചങ്ങല കൊണ്ട് ബന്ധിച്ചു, ഉള്ളറയിലാക്കി. 1-ാം കാവലും 2-ാം കാവലും എല്ലാം ഉണ്ട്. ഇരുമ്പ് വാതിലുകൾക്കുള്ളിലാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ വയ്യാത്ത വിധത്തിലൊരു റിഗറസ് ഇംപ്രസൺമെൻ്റാണ്. വലിയൊരു ജയിൽ മുറി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എപ്പോൾ വേണേലും ഈ അഗ്രിപ്പ രാജാവിൻ്റെ വാള് വന്ന് കഴുത്തിൽ വീഴാം. യാക്കോബിനെ കൊന്നുപോലെ എന്നെയും കൊല്ലും. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ മധ്യത്തിൽ ഈ രംഗത്ത് ഉറക്കത്തിലാണ് പത്രോസ്ലീഹ. ആർക്ക് സാധിക്കും? എങ്ങനെ സാധിക്കും? ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, അതാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. പത്രോസ്ലീഹയുടെ വിശ്വാസത്തിൻ്റെ ധീരത. ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാണ് എന്ന് പൗലോസ്ലീഹ പറഞ്ഞതിൻ്റെ മർമ്മം നിങ്ങൾക്ക് പിടികിട്ടിയോ? അവർക്ക് പരമാവധി ചെയ്യുവാൻ സാധിക്കുന്ന എന്താണ്? കഴുത്ത് വെട്ടാം, കൊല്ലാം, ഈ ശരീരത്തെ ഉപദ്രവിക്കാം. പക്ഷേ ആത്മാവ് പറന്നുയരും വ്യക്തമായ ബോധ്യവും ഉറപ്പുമുണ്ട്. വ്യക്തി ജീവിതത്തിലെ ധൈര്യവും സമർപ്പണവും. ഈ രംഗത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഭർത്താവ് കരുത്തോടെ അല്പം ഗൗരവത്തോടെ കോപിച്ചൊരു വാക്ക് പറഞ്ഞാൽ 3 ദിവസത്തേക്ക് മ്ലാനമായി മിണ്ടാതെ പട്ടിണി കിടക്കുന്നതായ ഭാര്യമാർ. ഏതെങ്കിലും വേദനാജനകമായ രംഗം വന്നാൽ, നിരാശയുടെ രംഗം വന്നാൽ, സാമ്പത്തികമായൊരു ഞെരുക്കം വന്നു കഴിഞ്ഞാൽ എല്ലാം തകർന്ന് തരിപ്പണമായി വിശ്വാസ ജീവിതം താഴെ വെച്ച് എല്ലാം കെട്ടിമൂടിയിരിക്കുന്നതായ ചില ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ പത്രോസ്ലീഹയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? എൻ്റെ ജീവിതം ആരുടെ കരങ്ങളിലേക്കാണ് കൊടുത്തത്? ആ കർത്താവായി യേശുക്രിസ്തു
ജയിലിന് പുറത്തല്ല, ഞാൻ ജയിലിനകത്തായിരിക്കുന്ന പോലെ യേശു എന്നോട് കൂടെയുണ്ട്. എനിക്കൊരു ചങ്കുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ചങ്കിനകത്തുണ്ട്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായ ജീവിതത്തിലെ ധൈര്യം ദൈവ സാന്നിധ്യത്തിൻ്റെ ചൂട് അനുഭവിക്കുന്ന മാത്രമല്ല, ദൈവമക്കൾ അനേകർ പ്രാർത്ഥിക്കുകയാണ്. 12-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ച്. 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കൂട്ടായ്മയുടെ ശക്തി പത്രോസിന്റെ അകത്താണ്, കൂട്ടായ്മക്കാരെല്ലാം പുറത്താണ്. അവരവരുടെ വ്യക്തിപരമായ കുടുംബകാര്യങ്ങൾ നോക്കി, ഔദ്യോഗിക കാര്യങ്ങൾ നോക്കി മതിമറന്ന് അങ്ങനെ ജീവിക്കുകയല്ല. ദൈവത്തിന് ഞങ്ങളുടെ ഒരു അവയവം പോലെയുള്ള പത്രോസ്ലീഹ ഇപ്പോൾ ജയിലിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാവുന്ന വിധത്തിൽ ബന്ധനത്തിൽ കിടക്കുകയാണ്. അവർ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചു. കൂട്ടായ്മക്കാരെല്ലാവരും ഇതൊന്ന് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്ന ദൈവമക്കൾക്ക് വേണ്ടി നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. നമ്മളുടെ കൂട്ടായ്മയിൽ വേദന അനുഭവിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, ഭർത്താവിൻ്റെ ഉദരം സഹിക്കാൻ വയ്യാതെ കണ്ണുനീരോടെ കഴിയുന്നതായ ഭാര്യമാരുണ്ട്, സാമ്പത്തികമായ ഞെരുക്കത്തിൽ തകർന്ന കുടുംബങ്ങളുണ്ട്, രോഗത്താൽ വലയുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരവയവം പോലെ അവരനുഭവിക്കുന്ന വേദന സ്വന്തം വേദന പോലെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒരാളുടെ വേദന എൻ്റെ സ്വന്തം വേദനയായിട്ട് ഞാൻ എടുത്തേ മതിയാവുകയുള്ളൂ. അവിടെയാണ് സ്നേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി സ്നേഹമാണ്. സ്നേഹത്താൽ വ്യാപരിക്കുന്ന ഈ വിശ്വാസമാണ് ദൈവസന്നിധിയിൽ വിലയേറിയത്. ദൈവമക്കൾ, മറ്റുള്ളവരുടെ വേദനയിൽ ഞാൻ വേദനിച്ച് പങ്കാളിയായി അവരുടെ വേദന ഞാൻ ഒപ്പിയെടുക്കണം. നന്ദിയോടെ സ്തോത്രം. അതും ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി പൗലോസ്ലീഹ അകത്തറിഞ്ഞു. നല്ല കരുത്തോടെ അവിടെ നിന്നു. അങ്ങനെയുള്ള ഉറച്ച ദൈവത്തിന് സ്തോത്രം ഒരു വിശ്വാസിക്ക് വേണ്ടി കരുതാൻ കർത്താവായ യേശു ക്രിസ്തു ജയിലിറക്കി ഉള്ളിൽ വരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവിടെ കിടന്നുകൊണ്ട് നിരാശപ്പെടുകയല്ല, എല്ലാം മറന്നു ഉറങ്ങുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തട്ടി ഉണർത്തി. അതിന് വാതിലുകളൊന്നും തടസ്സമല്ലല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അകത്തേക്ക് ശക്തിയോടെ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സ്വർഗം നിങ്ങളെ രക്ഷിക്കാൻ അകത്തേക്ക് വരും. പരിശുദ്ധാത്മാവത്തേക്ക് വരും. 12-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിച്ച്. 12-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതനവിടെ പ്രത്യക്ഷനായി. ഇവിടെ ഒരു പാവപ്പെട്ട ദൈവദാസൻ ജയിലിൽ ഉള്ളറയിൽ ബന്ധിക്കപ്പെട്ട് ചങ്ങലയിൽ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. സ്വർഗത്തിന് അനങ്ങാതിരിക്കാൻ സാധിച്ചില്ല. ഞാനിവിടെ നിൽക്കുന്ന കാണുന്ന ഒരു ദൈവമില്ലേ? എൻ്റെ വേദനകൾ മുഴുവനായിട്ട് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നൊരു ദൈവമില്ലേ? നിങ്ങൾക്ക് ഈ വിശ്വാസമുണ്ട് ദൈവമക്കളെ? ഞാൻ ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയട്ടെ, പാവപ്പെട്ട അടിയനെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. അവൻ മരിച്ചുപോയ ഒരു ദൈവമല്ല, അവൻ സജീവനാണ്. ഹല്ലേലൂയ. എൻ്റെ വേദന എൻ്റെ കർത്താവിൻ്റെ വേദനയാണ്. ഹല്ലേലൂയ. എൻ്റെ സ്വന്തം കുഞ്ഞ് എവിടെയെങ്കിലും വേദനിച്ച് വീണ് മുറിവേറ്റ് കിടക്കുന്നത് എനിക്ക് വേദനയല്ല ദൈവമക്കളെ. അതുപോലെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കൾ ആരെങ്കിലും ശാരീരികമായോ മറ്റേതെങ്കിലും വിധത്തിലുള്ള വേദനയോ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ കർത്താവ് സ്വസ്ഥനായിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കടന്നു വന്നു ജയിലിനകത്തേക്ക്. വായിച്ചു. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ദൈവത്തിന് സ്തോത്രം. അറ അത് ഇരുട്ടാണ്, ജയിലറയാണ്, ഉള്ളറയാണ്. അവിടെ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ജയിലറയ്ക്ക് ഉള്ളിൽ ഇറങ്ങി വന്ന് അവനെ തട്ടി ഉണർത്തി. വായിക്കാം. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൈവം തൊട്ടോ ബന്ധനക്കെട്ടുകൾ പൊട്ടും. ഇപ്പോൾ അത് നടക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വെറും ഒരു പ്രസംഗയോഗത്തിലല്ല, വാചക കസരത്തിൻ്റെ മുമ്പിലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ആ അത്യന്ത ശക്തി പാവപ്പെട്ട അടിയിൽ കൂടി, ഈ ബലഹീന പാത്രത്തിൽ കൂടി ഒഴുകുന്നതും ഈ വചനത്തിൽ കൂടി നിങ്ങളെ വന്ന് തൊട്ട് തലോടിപ്പോകുന്നതും അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ അത്യന്ത ശക്തി നിങ്ങളെയും തൊട്ട് തലോടും. ഇത് കേൾക്കുമ്പോൾ തന്നെ ബന്ധനത്തിൽ കിടക്കുന്ന അനേകരുണ്ട്.
വെറും ചങ്ങലയല്ല, കയറുകൊണ്ടല്ല, സാത്താന്റെ ബന്ധനത്തിലാണ്. സ്തുതി നിന്നു പോയില്ലേ? പാപം നിങ്ങളെ ഇന്ന് വാഴുകയല്ലേ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടണ്ടേ? സ്വാതന്ത്ര്യത്തിൻ്റെ പാട്ട് നിങ്ങൾക്ക് പാടണ്ടേ? ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവനെ തട്ടി ഉണർത്തി എഴുന്നേൽക്കാൻ പറഞ്ഞു. വായിക്കാം. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. വായിച്ചോ. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നുവെന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാ ഇറക്കിയത്? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി. ആ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. നിങ്ങൾ ആരും ഇന്നത്തെ ഈ വനസുരക്ഷയ്ക്ക് ശേഷം ബന്ധനക്കെട്ടിൽ കുടുങ്ങിക്കിടക്കേണ്ടതായ കാര്യമില്ല. പാവപ്പെട്ട അടിയുടെ വാക്കുകളുടെ ശക്തിയുടെ പ്രാധാന്യമല്ല. കാൽവറിയിൽ ശത്രുവിൻ്റെ തലയെ ചതച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ ശക്തി ഇന്ന് നിങ്ങളെ തൊട്ടി തലോടുകയാണ്. ബന്ധനങ്ങളെല്ലാം ചാമ്പലായി പൊട്ടി വീണുപോകും. നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം അടിമത്തത്തിൽ കിടന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് അവിടുന്ന് വിടുതൽ പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തിന് കീഴിൽ ബന്ധിക്കുവാൻ സ്വർഗതുല്യമായ ഒരു അനുഭവം ഇന്ന് ദൈവം നിങ്ങൾക്ക് തരും. ഇവിടെ നമുക്ക് കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തലോടൽ ചാരിയുള്ളതായ ഉറക്കം, വിശ്വാസത്തിൽ ചാരിയുള്ളതായ ഒരു ഉറക്കം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏത് കഷ്ടതകളുടെയും മൊത്തത്തിൽ ഉറങ്ങുവാൻ സാധിക്കും. നിരാശയുടെ മധ്യത്തിൽ ഉറങ്ങുവാൻ സാധിക്കും. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നില്ലേ? കൈയും കാലും എല്ലാം ആമത്തിലല്ലേ? ബന്ധനത്തിലല്ലേ? കൊല്ലുമെന്ന് ഉറപ്പല്ലേ? എങ്കിലും അന്തരംഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു പാടി സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ എല്ലാം തുറന്നതെന്ന് മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനങ്ങൾ പോലും ഇളകി. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. നിങ്ങൾ എന്ത് പറയുന്നു? ഇന്ന് നിങ്ങളെങ്ങനെ പോകും? ബന്ധനക്കെട്ടുകൾ പൊട്ടിയോ? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം സർവശക്തനല്ലേ? അന്ന് പത്രോസ്ലീഹായെ തട്ടുണർത്തിയതായ കരം ഇന്നും സജീവമല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സ്വാതന്ത്ര്യത്തിൻ്റെ പാട്ട് നിങ്ങൾ പാടണ്ടേ? നിങ്ങൾക്ക് ജയാളികളായി ഒന്ന് മുന്നോട്ട് പോകണ്ടേ? അനേകരെ സത്യത്തിന് സുവിശേഷം ഓടിയിടന്ന് അറിയിക്കണ്ടേ? ദൈവത്തിൻ്റെ സ്തോത്രം. 1 യൂത്തിക്കോസ് അലസതയോടെ വചനം കേട്ടപ്പോൾ ഉറങ്ങിപ്പോയി ദോഷം വരുത്തി വെച്ച ദൈവദാസൻ. പക്ഷെ ദൈവം വീണ്ടും ജീവൻ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. തടവറയിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തല ഉയർത്തി നിൽക്കുന്ന സമയത്ത് എല്ലാം മറന്ന് അരുമനാഥൻ്റെ മാറിൽ ചാരിയുള്ളതായ ഉറക്കം പത്രോസ്ലീഹ. 3-ാമത്തത് ആരാണ്? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-41 വാക്യം വായിച്ച്. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഗെത്സമനിൽ ഉറങ്ങിപ്പോയതായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. കർത്താവായ യേശുക്രിസ്തു ഗെത്സമനിയിൽ കവിണ് വീണ് അവിടെ കിടന്നു. ഉറങ്ങുകയല്ല, കവിണ് വീണ് അവിടെ കിടന്നു. ദൈവത്തിന് സ്തോത്രം. ഹൃദയം പകർന്നു. എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കണമേ. ആ രംഗം വളരെ വലുതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രോമകൂപങ്ങളിൽ കൂടി രക്തം വലിയ തുള്ളി ചോര പോലെ വാർന്നു വലിച്ചു എന്നാണ് ലൂക്കോസ് 23 പറയുന്നത്. യേശുക്രിസ്തു പ്രാണവേദനയിലാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിപ്പീനെന്ന് ശിഷ്യന്മാരോട് കെഞ്ചി അപേക്ഷിച്ചിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഗെത്സമനിയിലേക്ക് പോയി കവിണ് വീണ് കിടന്ന് ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ തള്ളി പറയില്ല, ഞാൻ നിന്നോടുകൂടി മരിക്കാൻ തയ്യാറാണ് എന്നെല്ലാം പറഞ്ഞതായ പത്രോസ്ലീഹ ഇപ്പോൾ എല്ലാം മറന്ന് അന്തം വിട്ട് ഉറങ്ങിയാണ്. ഫസ്റ്റ് ബോസ്റ്റിംഗ് ദെൻ സ്ലീപ്പിംഗ്. ഇത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. കർത്താവിനോട് ചേർന്ന് ശരീരപ്രകാരം ചേർന്ന് മുട്ടി ഒരുമി നടക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ ഗെത്സമനിയിൽ പിടിക്കാൻ വന്നപ്പോൾ വാളുകൊണ്ട് വെട്ടുന്ന ആ പ്രകൃതിയാണ് പത്രോസ്ലീഹയ്ക്കുള്ളത്. ആത്മീയമല്ല ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. ജഡസ്നേഹം കൊണ്ട് ആത്മീയത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാകുകയില്ല. ആത്മാവിൻ്റെ സ്നേഹം വേണം, ഹൃദയം കൊണ്ടുള്ളതായ അടുപ്പം വേണം,
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം വാർന്നൊലിക്കുന്ന ആ വേദനയുടെ രംഗം കണ്ട് വേദനിച്ച് കണ്ണുനീരോട് ഉണർന്നെഴുന്നേറ്റ് കർത്താവേ അമിതബലം ധരിപ്പിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതായ ദൈവമക്കൾ എല്ലാം മറന്നുറങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വേദന തിരിച്ചറിയുന്നില്ല. സ്നേഹമല്ല, ജഡമാണ്. എനിക്കത് എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. എനിക്കൊരു സത്യം ഈ വാർദ്ധക്യ കാലത്ത് മനസ്സിലായി. ആത്മീയത്തിൻ്റെ കാതലെന്ന് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ്. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ദൈവമക്കളെ ആ സ്നേഹം കത്തി ജ്വലിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഏത് പ്രവർത്തനങ്ങളും പൂജ്യമാണ്. വചനശ്രൂഷ പോലും ആ ശബ്ദം മുഴങ്ങുന്ന ചെമ്പും ചെലമ്പുന്ന കൈത്താളവുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വേദന, ഞാൻ പാപം ചെയ്യുമ്പോൾ ദൈവം വേദനിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വേദനയെ ഞാൻ തിരിച്ചറിയണം. ഞാൻ തന്നെ പാപം ചെയ്യുമ്പോൾ എൻ്റെ ആത്മാവ് ഞരങ്ങുന്നതായ ഞരക്കം ഒരു വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ കരയിലെടുത്ത് ഇടുമ്പോൾ ഉള്ളതായ അനുഭവം പോലെ പാപം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ അസ്വസ്ഥത നിങ്ങൾ അറിയുന്നുണ്ടോ? വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നാശത്തിലേക്ക് പോകുന്നവരുടെ ജീവിതത്തിൻ്റെ ഭയാനകത കണ്ട് നിങ്ങളുടെ ഉള്ളം പിടയ്ക്കുന്നുണ്ടോ? അനങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് തോന്നുകയില്ല. ഏത് വാർദ്ധക്യത്തിനും ഓടി നടക്കുമെന്ന് ഞാൻ പറയും. കാരണം നാശത്തിൻ്റെ തീപ്പൊയ്യിൽ വെന്തെരിയാൻ എൻ്റെ വേണ്ടപ്പെട്ടവരും നാട്ടുകാരും വീട്ടുകാരും ഇടവാഹങ്ങളും പോകുമ്പോൾ എനിക്ക് സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ സാധ്യമല്ല. ആത്മീയം എന്ന് പറയുന്ന സ്നേഹത്തിൽ കത്തിജ്വലിച്ചുള്ളതായ ഒരനുഭവമാണ്. ദൈവത്തോട് മനുഷ്യരോടുള്ളതായിരിക്കുന്ന സ്നേഹം തണുത്താൽ ഉറക്കം വരും. വെറും ജഡീകരായിട്ട് ആത്മീയം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമാകുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾക്കിപ്പോൾ ഗത്സമനയിലെ അനുഭവം വേണമോ? കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങൾക്കൊന്ന് മുട്ടുമടക്കാമോ? കർത്താവായ യേശുക്രിസ്തു എഴുന്നേറ്റ് വന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്നാമത്തെ പ്രാവശ്യം. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞത്? ഒന്നുകൂടെ വായിച്ച് 40-41 വായിച്ച്. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ദൈവമായ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ എന്നെ അങ്ങ് മറന്നേ. കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ആ രംഗം നിങ്ങൾക്ക് ബോധ്യമായോ? ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അന്ന് ഗത്സമനയിൽ രക്തം വാർന്നു വരിച്ച് കിടന്ന രംഗത്ത് നിന്ന് എഴുന്നേറ്റ് ഉറങ്ങുന്നതായ സ്നേഹമില്ലാത്ത, കർത്താവിന് വേദന രുചിച്ചറിയാത്ത ആ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പറയുകയാണ്. അവരെ ഉണർത്തി. ദൈവത്തിന് സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. അത് നിങ്ങളോടാണ് പറയുന്നത്. ഇന്ന് ഉറക്കം, മയക്കം, നിരാശ, ഭാരം, അലസത, ദൈവത്തിൻ്റെ സ്തോത്രം എല്ലാം മാറും ദിവസമായി മാറട്ടെ. യേശു നിങ്ങളുടെ തൊട്ടടുക്കൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഉറങ്ങുന്നവനെ എഴുന്നേറ്റ് പ്രകാശിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു ചൈതന്യം നിങ്ങളുടെ ജീവിതത്തെ തൊട്ട് ഉണർത്തട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ ഇങ്ങനെ തട്ടി ഉണർത്തട്ടെ. ദൈവനാമം മഹത്വപ്പെട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു വീണ് കിടന്നു. ദൈവമക്കളെ, നമുക്കും ഗത്സമനയിലേക്കൊന്ന് പോകാം. കർത്താവായ യേശുക്രിസ്തു രക്തം വാർന്നൊലിച്ച് കിടക്കുന്ന കൂട്ടത്തിൽ നമുക്കും ദൈവമക്കളെ ഒന്ന് കവിണ് വീണ് കിടക്കാം. അവൻ്റെ കാൽപാദത്തിലെല്ലാം രക്തമുണ്ടല്ലോ. പാപമുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന് എവിടെ നിന്നാണ് ശക്തി കിട്ടിയത്? ദൈവത്തിൻ്റെ സ്തോത്രം. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണമേ. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ദൈവങ്ങൾക്കൊന്ന് മുട്ടുമടക്കാമോ? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ആ പാനപാത്രം, അത് പാപത്തിൻ്റെ പാനപാത്രമാണ്. കർത്താവ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മറ്റൊന്നിനെയല്ല, പാപത്തെയാണ്. അത് മനുഷ്യവർഗത്തിന് വേണ്ടി ആ കയ്പ് നുകരേണ്ടതായിട്ട് വന്നു. ആ ദൈവമേ, അത് നിനക്കിഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല നിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിന് സ്തോത്രം. പിതാവാൻ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ പട്ടണം.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളിപ്പോൾ മുട്ടുമടക്കിയോ? ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മാറുതിലേക്ക് നിങ്ങൾ കണ്ടോ? വലിതുള്ളി ചോര പോലെ ഒഴുകി വരുന്നത് നിങ്ങൾ കണ്ടോ? ആ രക്തത്തിൻ്റെ സുഗന്ധം നിങ്ങൾ മണക്കുന്നില്ലേ? അത് ജീവരക്തമല്ലേ? വിറയ്ക്കുന്ന വിശ്വാസത്തിൻ്റെ കാര്യം കൊണ്ട് ആ രക്തം തന്നെ കാൽപാദം ഒന്ന് തൊടാമോ? ഹല്ലേലൂയ. എന്നിട്ടൊരു വാക്ക് പറയാമോ? എൻ്റെ ദൈവമേ, എൻ്റെ തന്നിഷ്ടം ഞാനിതാ താഴെ വയ്ക്കുന്നു, പൊന്നിഷ്ടത്തിന് എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ ഉറങ്ങിപ്പോകുന്നവനാണ്, ഞാൻ അലസലാണ്, ഞാൻ ജഡീകമായിരിക്കുന്നതായ പ്രകൃതിയാണ് എനിക്കുള്ളത്. ആത്മാവിൻ്റെ ആരാധന ഇതുവരെയും എനിക്ക് വേണ്ടവണ്ണം രുചിച്ച് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ പിന്മാറ്റത്തെ സൗഖ്യമാക്കണമേ. എൻ്റെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ചൈതന്യം തരണമേ. ഇന്ന് ഉണരുന്ന ദിവസമാക്കി മാറ്റണമേ. നിങ്ങൾക്ക് ഒന്ന് കവിണ് വീണ് ഒരു ജീവിതം സമർപ്പിച്ചുകൊണ്ടൊരു പുതിയ അധ്യായം തുടങ്ങാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യൂത്തിക്കോസ് വീണു മരിച്ചു. പൗലോസ്ലീഹാവിന് ജീവൻ കൊടുത്തു. ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ചങ്ങലയിൽ കിടന്നായ പത്രോസ്ലീഹായ്ക്ക് സമ്പൂർണ്ണമായിരിക്കുന്നതായി വിടുതൽ ലഭിച്ചു. കാരണം ജയിലിനകത്തേക്ക് കർത്താവായ യേശുക്രിസ്തു കടന്നു എന്ന് അവനെ വിടുവിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഉറങ്ങുന്നതായ പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും ദൈവം കർത്താവായ യേശുക്രിസ്തു എഴുന്നേറ്റ് വന്ന് തട്ടി ഉണർത്തി. ഹല്ലേലൂയ, നന്ദിയോടെ 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 സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ പറഞ്ഞു. നമുക്കൊരു പുതിയ അധ്യായം തുടങ്ങാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം എന്ന് പറഞ്ഞ ദൈവമേ, ഞങ്ങളെ വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവ്, ഈ സ്വർഗീയ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഉണർവിൻ്റെ കാറ്റ് ശക്തിയോടെ ആഞ്ഞടിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ രക്തം മാർന്നലിക്കുന്ന കാര്യം ഞങ്ങളെ തട്ടി ഉണർത്താൻ വന്ന് ഞങ്ങളെ തലവിടുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. വീണവരെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. പിന്മാറ്റക്കാരെ മടക്കി വരുത്തണമേ. മരിച്ചവരെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങുന്നവരെ ചൈതന്യവും ശക്തിയും നൽകി ഉണർത്തണമേ. പുതിയ ശക്തി ധരിപ്പിക്കണമേ. കൂട്ടായ്മയായി ഉണർവ് വ്യാപരിക്കണമേ. മഹത്വം തിരുമേൻ എടുക്കണമേ. രണ്ടാമത്തെ വരവുങ്കൾ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞങ്ങളെ ഓരോരുത്തരെയും പെടുത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ.